Hare Krishna, Hare Krishna, Krishna Krishna. ശീല പ്രഭുപാദിന്റെ ലീലാമൃതയിൽ വായിച്ചൊരു കാര്യമാണ്. ഇതിൽ വോളിയം 7 ഒരു കാര്യമാണ്. അതിൽ ലോസ് ആഞ്ചൽസിൽ ആദ്യം കുറച്ച് ഡിവോട്ടീസിന് അവരെല്ലാം കൂടെ ഒരു ഒത്തുകൂടാനായിട്ട് ഒരു ഗ്യാരേജ് പോലെ ഉണ്ടായിരുന്നു. അപ്പം അതിനകത്തായിരുന്നു അവരെല്ലാം ഒത്തുകൂടിയിരിക്കുകയും ശീല പ്രഭുപാദ് ഒന്ന് ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്തത്. പിന്നെ ഗ്യാരേജ് ഉടമ പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് മാറണം എന്ന് പറഞ്ഞു. കാരണം നെയ്ബേഴ്സൊക്കെ കംപ്ലൈൻറ്റ് ചെയ്യുന്നു, കീർത്തനം ഇതെല്ലാം ബുദ്ധിമുട്ടാണ്, മാറണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും പല പല സ്ഥലത്ത് ആയി, ഡിവോട്ടീസ് എല്ലാം പല പല സ്ഥലത്തായി. അപ്പോൾ അവസാനം പ്രഭുപാദ് പറഞ്ഞു, കുഴപ്പമില്ല, നമ്മൾ എവിടെ ആയാലും നമ്മൾ ഒത്തുകൂടുകയും അവിടെ നമുക്ക് ഈശ്വരനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യാം. ഓരോരുത്തരും ഓരോരുത്തരുടെ വീട്ടിലിരുന്ന് അവരുടെ ഭക്തിയുത സേവനം ചെയ്താൽ മതി, നമുക്ക് വല്ലപ്പോഴും അവിടെ എവിടെ ഒത്തുകൂടാം എന്ന് പറഞ്ഞു. പക്ഷെ ക്രമേണ അത് എല്ലാവർക്കും ഒരു ഉദാസീനത വന്നപ്പോൾ പ്രഭുപാദ് കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു, നമുക്കൊരു പ്ലേസ് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ അവര് തിരക്കി പോയി ഒരു ചർച്ച് കണ്ട്. ചർച്ച് വിൽക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് പ്രഭുപാദ് വന്ന് കണ്ടു, അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. ആ സമയത്ത് ഈ മൂവ്മെന്റിൽ ധനം വളരെ കുറവായിരുന്നു. അപ്പം അതുകൊണ്ട് അവർക്കത് വാങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇതൊരു നല്ലൊരു പ്ലേസ് ആണെന്ന് മനസ്സിലാക്കി അവർ ആ സാക്രിഫൈസ് ചെയ്യാൻ, നമുക്ക് മാക്സിമം നമുക്ക് സ്വരൂപിക്കാം, അങ്ങനെ മേടിക്കാമെന്ന് വിചാരിച്ചത് മേടിച്ചു. അപ്പോൾ ഫസ്റ്റ് ഡേ ഇനാഗ്രേഷന് പ്രഭുപാദ് 100 പേർക്ക് പല ഗസ്റ്റുകളെയും വിളിച്ചു, റിപ്പോർട്ടേഴ്സിനെയൊക്കെ വിളിച്ചു. അപ്പം 100ഓളം പേർക്ക് റിപ്പോർട്ടേഴ്സ് ഒരുപാട് പത്രങ്ങളിൽ നിന്ന് വിളിച്ചു. അങ്ങനെ 100ഓളം റിപ്പോർട്ടേഴ്സിനെ അവർ എക്സ്പെക്ട് ചെയ്തു. അപ്പം അങ്ങനെ അവർക്കെല്ലാം വേണ്ടി എലാബറേറ്റ് ആയിട്ട് ഫീസ്റ്റും ഉണ്ടാക്കി. അപ്പോൾ ഡിവോട്ടീസൊക്കെ വൈകിട്ട് പ്രസ് കോൺഫറൻസ് വെച്ചിരിക്കുകയാണ് ഈ പുതിയ ടെമ്പിളിൽ ഇനാഗ്രേഷന് വേണ്ടി. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്തപ്പം ആരും വന്നില്ല, ഒരു റിപ്പോർട്ടർ മാത്രമാണ് വന്നത്. അയാൾ പറഞ്ഞു, എന്താ എല്ലാവരും വരാത്തതെന്ന് പറഞ്ഞു. കാരണം നിങ്ങൾ ഈ പ്രസ് കോൺഫറൻസ് വെച്ചിരിക്കുന്നത് വർക്കിംഗ് അവേഴ്സിന് ശേഷമാണ്. എല്ലാവരും അവരുടെ ആ ടൈം അനുസരിച്ച് അവർ ജോലി ചെയ്തിട്ട് അവരവരുടെ വീട്ടിൽ പോകും. അപ്പം ഈ ഓവർ ടൈം ആയിട്ട് വന്ന് ആരും ഇത് കവർ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ്, അതുകൊണ്ട് വർക്കിംഗ് അവേഴ്സിന് ശേഷം വച്ചതുകൊണ്ടാണ് ഈ റിപ്പോർട്ടേഴ്സ് ഒന്നും വരാത്തത് എന്ന് പറഞ്ഞു. അപ്പം ഡിവോട്ടീസിനൊക്കെ ഭയങ്കര വിഷമമായി, ആരും വരാത്ത, ഒരാൾ മാത്രമല്ലേ വന്നുള്ളൂ. അപ്പം ശീല പ്രഭുപാദ് അവരെ ആശ്വസിപ്പിക്കാനായിട്ട് പറഞ്ഞു, കൃഷ്ണാബോധം അല്ലെങ്കിൽ ഈശ്വരാബോധത്തിൽ ഒരു പ്രവൃത്തിയും നഷ്ടത്തിൽ കലാശിക്കില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രചരണം ചെയ്യാൻ ശ്രമിക്കും. ചിലപ്പോൾ അതിൽ അത്രയും ആൾക്കാർ വരണം എന്നില്ല, അത്രയും ആൾക്കാർ കേൾക്കണം എന്നില്ല. പക്ഷെ സാരമില്ല, ആരും വന്നില്ലെങ്കിൽ നമ്മൾ ആ പ്രസാദം കഴിക്കാം, നമുക്ക് ആ പ്രസാദം കഴിക്കാം. നമുക്ക് ആ പ്രസാദം കഴിക്കുന്നത് നമ്മുടെ ആത്മീയ പുരോഗതിക്ക് സഹായിക്കും. നമ്മൾ പ്രചരണം ചെയ്തത് ആത്മീയ പുരോഗതി സഹായിക്കും. അപ്പം ആൾക്കാർ വന്നാൽ അവർക്ക് പ്രചരണം ചെയ്യാം, അത് ആത്മീയ പുരോഗതിക്ക് സഹായിക്കും. ആൾക്കാരും വന്നില്ലെങ്കിൽ ആ പ്രസാദം നമുക്ക് കഴിക്കാം. നമ്മുടെ ആ പ്രസാദമായതുകൊണ്ട് അത് നമ്മുടെ ആത്മീയ പുരോഗതിക്ക് സഹായിക്കും. അപ്പം ഈശ്വരാബോധത്തിൽ ഒരിക്കലും ഒരു പരാജയം ഉണ്ടാവത്തില്ല എന്നുള്ളൊരു കാര്യം ശീല പ്രഭുപാദ് പറഞ്ഞു. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ലക്ഷ്യങ്ങൾ ചിലപ്പം തുടക്കത്തിൽ ഉണ്ടാവത്തില്ല, പക്ഷെ അത് ഒരു പരാജയമല്ല. ചെറിയൊരു തുടക്കം പോലും യഥാർത്ഥത്തിൽ ഒരു വലിയ വിജയമാണ് എന്നാണ് ശീല പ്രഭുപാദ് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പം ഇത് ശീല പ്രഭുപാദ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നമ്മൾ ആത്മീയതയിൽ ഒരു ചെറിയ ചുവടെടുത്ത് വച്ചാൽ പോലും അതൊരു വലിയ വിജയം തന്നെയാണ്. അതൊരിക്കലും ഒരു തരത്തിലും ഉള്ളൊരു പരാജയമല്ല എന്നുള്ള കാര്യം ശീല പ്രഭുപാദ് തന്റെ ശിഷ്യന്മാർക്ക് ആ ഒരു ഉദാഹരണം വഴി മനസ്സിലാക്കി കൊടുത്തു. ഹരേ കൃഷ്ണ.